ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സാന്ത്വനത്തിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണെങ്കിൽ സബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സൂപ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് സാന്ത്വനത്തിന്റെ നല്ല അടിപൊളി ട്വിസ്റ്റ് ഒരു എപ്പിസോഡ് റിവ്യൂലോട്ട് പോകാം കേട്ടോ. അതായത് ഇന്ന് നമ്മൾ കാണുന്ന എപ്പിസോഡിൽ നമ്മുടെ മീനാക്ഷി നമ്മുടെ ദേവമംഗലക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത്, അല്ല അറസ്റ്റ് അല്ല, ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യം അറിഞ്ഞ് സങ്കടപ്പെട്ട് നമ്മുടെ മീനു ഓടി വരെയാണ്. അപ്പൊ ആ ഒരു സീനൊക്കെ നമ്മൾ കണ്ടുവല്ലോ. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന മീനാക്ഷി ഈ കാഴ്ച കണ്ടിട്ട് അവരോട് എല്ലാവരുടെ പറയുന്നുണ്ട്, ഒരിക്കലും ദേവിയേട്ടത്തെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്കെതിരായിട്ട് ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ദേവിയേട്ടത്തി ഞങ്ങൾ ഒരു മനസ്സായിട്ട് ജീവിച്ചവരാണ് അമ്മേ, ഒരിക്കലും ദേവിയേട്ടത്തി ചെയ്യില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ മീനാക്ഷി, പക്ഷെ അവൾ ആരാണെന്നും അവൾ എന്താ ചിന്തിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ആനന്ദ് എനിക്കറിയാം, നിനക്കറിയില്ല അവളെ. നീ അവളെ കാണിച്ചു തരുന്ന അവളുടെ കണ്ണീരിലൊക്കെ മയങ്ങി നീ കിടക്കും. പക്ഷെ ആനന്ദിനറിയാം അവളും അവളെ അച്ഛനും അമ്മയൊക്കെ എത്ര തരം ഫ്രോഡാണെന്നുള്ളത്. നീ കണ്ടോ മീനാക്ഷി, ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത എന്റെ ലക്ഷ്യം അവളെയും അവളുടെ അച്ഛനെയും അമ്മയും ഞാൻ എണ്ണിക്കും. അത് ഈ ആനന്ദിന്റെ വാക്കാണെന്ന് പറഞ്ഞു. ആനന്ദേട്ട അങ്ങനെയൊന്നും പറയരുത്, മീനാക്ഷി പറയണ. എങ്ങനെ പറയരുതെന്ന്? അപ്പോഴേക്കും നമ്മുടെ ഗോമതി ആനന്ദിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോനെ, നിന്റെ ഒപ്പം ഈ അമ്മ കൂടെ ഉണ്ടാവൂടാ. കാരണം അവളും അവളെ കുടുംബവും ചെയ്ത ദ്രോഹങ്ങളെല്ലാം ക്ഷമിച്ച് അവളെ കൂടെ മനസ്സുകൊണ്ട് ഞാൻ വെറുപ്പ് കാണിക്കാണ്ട് ഞാൻ കഴിഞ്ഞവളാണ്. എന്നെ, എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ഒന്നടങ്കം ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവളെ കുടുംബത്തെ എണ്ണിക്കാൻ ഈ ഗോമതി നിന്റെ ഒപ്പം ഉണ്ടാകും. അങ്ങനെ ആനന്ദും ഗോമതിയും ഭയങ്കരമായിട്ടുള്ള ഒരു ദൃഢമായ ഒരു തീരുമാനം എടുക്കണം. മീനാക്ഷിക്ക് ആകെ ഒരു ഇതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ദേവിയേട്ടത്തിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും കിട്ടില്ല. കാരണം എല്ലാവർക്കും അത്രയ്ക്ക് വെറുപ്പായിപ്പോയി ദേവിയോട്. അങ്ങനെ മീനാക്ഷി നേരെ അവിടുത്തെ CI മേഡത്തിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം. മേഡം ഇതൊന്നും വിശ്വസിക്കരുത്. കാരണം ഒരിക്കലും ഈ അമ്മ ഒരിക്കലും ആ ഒരു രീതിയിൽ പെരുമാറണം. അപ്പോഴേക്കും ആ മേഡം പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ കുടുംബത്തെ മരുമക്കളാണ് മീനാക്ഷി മിത്രേ. മീനാക്ഷി നല്ലൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, അതുകൊണ്ട് നിങ്ങളോട് അവര് വെറുപ്പ് കാണിക്കേണ്ട കാര്യമില്ല. അതേസമയം ഇപ്പോ മിത്രയാണെങ്കിൽ നല്ല ഒന്നാന്തരം ഒരു ബിസിനസ് കുടുംബത്തിലെ മരുമകളും. അപ്പൊ പിന്നെ അവളുടെ അടുത്തും ദേഷ്യം കാണിക്കേണ്ട. അതേസമയം ദേവിയോ അവളൊന്നും ഇല്ലാത്ത ഒരു കുടുംബം, അതുകൊണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ അവളെ കൂടെ ഇവര് ഈ ഒരു ദേഷ്യം കാണിക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ എന്ന് ആ മേഡം മീനാക്ഷിയോട് പറഞ്ഞു. മേഡത്തിന് തെറ്റുപറ്റി. സ്ത്രീധനം എന്നൊരു വാക്ക് ഈ വീട്ടിൽ ഈ അച്ഛനും അമ്മയും പറയുന്നത് ഞങ്ങൾ ആരും കേട്ടില്ല. പിന്നെ മേഡം സ്ത്രീധനത്തെ കുറിച്ച് പറഞ്ഞു, എന്റെ ജോലിയെ കുറിച്ച് പറഞ്ഞു. മേഡത്തിന് അറിയോ, ആനന്ദേട്ടന്റെയും ദേവിയേട്ടത്തിയുടെയും വിവാഹം മാത്രമാണ് ശരിയായ രീതിയിൽ നടന്നിട്ടുള്ളത്. അതായത് അറേഞ്ച് മാരേജ്. ഞാനും മീനാക്ഷിയും എല്ലാം ഉപേക്ഷിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഈ ദേവമംഗലം കുടുംബത്തേക്ക് വലതുകാലെടുത്ത് വെച്ചവരാണ് ഞങ്ങള്. ഒരു വെറുപ്പും ഞങ്ങള് 3 മരുമക്കളോടും ഈ അച്ഛനും അമ്മയും കേട്ടിട്ടില്ല. ഇനി ഞാൻ പറയണത് മേഡത്തിന് ശരിയാ, വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ മേഡം ഞങ്ങളെ വീടിന് ചുറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരടുത്തോ മേഡത്തിന് ഒന്ന് അന്വേഷിക്കാലോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരിക്കലും ദേവിയേട്ടത്തി ഈ ഒരു കംപ്ലൈന്റ് കൊടുക്കില്ല, ഇങ്ങനൊരു കംപ്ലൈന്റ്. കാരണം സ്വന്തം അച്ഛനെയും അമ്മയെക്കാട്ടിലും ദേവിയേട്ടത്തി ദേവമംഗലത്തെ അച്ഛനെയും അമ്മയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇത്രയും വർഷത്തെ എന്റെ ജീവിത അനുഭവം കൊണ്ടും ദേവിയേട്ടത്തി ആയിട്ടുള്ള ആ ഒരു മനസ്സറിഞ്ഞ് ജീവിച്ചവളാണ് ഞങ്ങള്. ഒരു ചേച്ചി അനിയത്തിയെ പോലെയാണ് ഞങ്ങൾ 3 പേരും കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ദേവിയേട്ടത്തി ചെയ്യില്ല. അപ്പോഴേക്കും നമ്മുടെ CI മേഡം പറഞ്ഞു, അല്ല മീനാക്ഷി പറഞ്ഞ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷെ ഈ അവസാനം പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. അതെന്താ മേഡം? അപ്പൊ പറഞ്ഞു, അതെ, ഈ ഒരു കംപ്ലൈന്റ് ദേവി തന്നെ നേരിട്ട് തന്നിക്കുന്ന കംപ്ലൈന്റ് ആണ്, അതിന് തെളിവ് ദേവി സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെടുത്ത് CI മേഡം കാണിച്ചു കൊടുക്കണം. അത് കാണുന്ന മീനാക്ഷി അമ്പരന്ന് പോവാണ്. കാരണം ഒരിക്കലും ദേവിയേട്ടത്തി ഇങ്ങനെ ചെയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ CI മേഡം പറഞ്ഞു. അപ്പൊ മീനാക്ഷി മേഡത്തിനോട് പറയുന്നുണ്ട്, മേഡം ഇതൊന്നും മേഡം അന്വേഷിക്കണം, ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അന്വേഷിക്കണം. കാരണം ഒരു കുടുംബം മുഴുവൻ ഇന്ന് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്, അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ട മേഡം. കാരണം നമുക്ക് ഇനിയും പുറത്തിറങ്ങേണ്ട കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ദേവമംഗല കുടുംബത്തെ കുറിച്ച് മേഡം പൊതുവിലായിട്ടൊന്ന് തിരക്കി നോക്കുക. ബാലനും അല്ലെങ്കിൽ ഗോമതിയും അവരുടെ മക്കളും മരുമക്കളും ഒക്കെ എങ്ങനെയുള്ള കുടുംബമാണ്, എങ്ങനെയുള്ള വ്യക്തികളാണ് എന്ന് മേഡം ഒന്ന്
ഉറപ്പായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഓക്കെ ഓക്കെ മീനാക്ഷി, ഞാൻ എന്തായാലും തിരക്കുന്നുണ്ട്, മീനാക്ഷി ചെല്ല്, ഞാൻ തിരക്കിക്കോളാം. എന്തായാലും അവരിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഈ പരാതി തന്ന ആൾക്കാര്. അപ്പൊ നമുക്ക് എന്തായാലും സംസാരിച്ച് അതിനൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് മീനാക്ഷിയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം മീനാക്ഷി നമ്മുടെ സ്ത്രീകളെ വിളിക്കാണ്. അതെ ആന്റി, ആന്റി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തത് അത് ദേവിയേട്ടത്തിയുടെ കുടുംബം തന്നെ മൊത്തത്തിൽ ദേവിയേട്ടത്തിക്ക് നഷ്ടപ്പെടാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം ആനന്ദേട്ടന്റെയും അമ്മയുടെ അച്ഛന്റെ ഒക്കെ മനസ്സിൽ ദേവിയേട്ടത്തിയോട് ഇപ്പം വളരെ വെറുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കേസ് പിൻവലിക്കുക. കാരണം ഒരിക്കലും ദേവിയേട്ടത്തിക്ക് ഇനി ഈ കുടുംബത്തിൽ കേറാൻ പറ്റില്ല. ഞാൻ പറയുന്ന മനസ്സിലാക്കുക. എനിക്കായിട്ട് ദേവിയേട്ടത്തിക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ആന്റി, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പറ്റുന്ന പോലെ നമ്മുടെ സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ സ്ത്രീകളെ പറഞ്ഞു, നീ ഒരു സഹായവും ചെയ്യണ്ട, എനിക്കറിയാം എന്റെ മോളുടെ നേരെ ഡൈവേഴ്സ് നോട്ടീസ് അയച്ച അവനെ അവന്റെ കുടുംബത്തെ ഞാൻ വെറുതെ വിടില്ല മീനാക്ഷി, നീ അതിനു വേണ്ടി പറയണ്ടെന്ന് പറഞ്ഞ് സ്ത്രീകളെ കോള് കട്ട് ചെയ്ത്. മീനൂനാണെങ്കിൽ എന്ത് ചെയ്യണോന്ന് അറിഞ്ഞില്ല, സഹിക്കാൻ പറ്റില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ദേവമംഗലത്തിന് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ അച്യുതൻ അവിടെ കിടന്ന് കൃഷ്ണമംഗലത്ത് കിടന്ന് ഭയങ്കര ഒച്ചപ്പാടാണ്. അതെ, എന്റെ മകൻ ജയിലിൽ കിടന്നപ്പോ ആർക്കും ഈ ദണ്ണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മയ്ക്കും ഏട്ടനും ഒക്കെ ഇപ്പൊ കിടന്ന് ഇത്രയും ബഹളം വെക്കണത്? എന്റെ മോൻ ജയിലിലെ എത്ര ദിവസാ കിടന്നത്, ജയിൽ ശിക്ഷ അനുഭവിച്ച് കണ്ടവന്മാരുടെ അടിയും തുപ്പും ആട്ടും ഒക്കെ എന്റെ മോൻ കണ്ടപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു ദണ്ണ ഇല്ലായിരുന്നോ എന്ന് അച്യുതൻ പറയണേ. അപ്പോഴേക്കും നമ്മുടെ ഇന്ദിരാമോൻ, എടാ അലോകിന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും തെറ്റുണ്ടായിരുന്നു, പക്ഷെ ഇത് അങ്ങനെയാണോ? എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ അവളെ ദേവിയെ എങ്ങനെയാടാ എന്റെ മോള് നോക്കിയത്? എന്റെ മോള് എന്റെ പേരക്കുട്ടികളോടാ ആ ജയിലിൽ കിടക്കണത്. നിന്റെ മകനെ പോലെ തന്നെയാടാ, എനിക്ക് അവരും വലുതല്ലേടാ. അതുകൊണ്ട് അച്യുത നീ പോ, നീ അനന്തനും ധർമ്മനും ഒക്കെ പോന്ന് പറയണ. അപ്പോഴേക്കും നമ്മുടെ നന്ദിത പറയുന്നുണ്ട്, അനന്തേട്ട അച്യുതൻ പറയണേം കേട്ടോണ്ട് അനന്തേട്ട നിക്കരുത്. കാരണം നമ്മുടെ മോൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കണത് നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. അവസാനം അനന്തൻ ഒരു തീരുമാനം എടുക്കണ, അച്യുത നീ വന്നാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് എന്റെ മോളെയും അതുപോലെ എന്റെ പെങ്ങളെയും എനിക്ക് ജയിലിൽ നിന്ന് ഇറക്കണം, വൈരാഗ്യം വേറെ. പക്ഷെ ഒരു ആപത്ത് വന്ന സമയത്ത് അവരെ രക്ഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്യുതനും അനന്തനും ഇതും പറഞ്ഞ് വഴക്കും ഭയങ്കര ബഹളമൊക്കെ ആവുകയാണ്. ഇന്ദിരാമ ഇടപെട്ടു, അത് നമ്മുടെ നന്ദിതയും അവരൊക്കെ ഇടപെട്ടെങ്കിലും അവരെ വഴക്ക് മൂർജിച്ചു എന്നല്ലാണ്ട് അതിലൊരു ഇതില്ല. ആ സമയം നമ്മുടെ ധർമ്മൻ കൃഷ്ണമംഗലത്ത് എത്തുകയാണ്. ധർമ്മം വന്നപ്പോ ആകെ വഴക്കും വക്കാണവും ബഹളമായിട്ട് കിടക്കുകയാണ്. ധർമ്മ, ഇത് എന്തൊക്കെയാ ചേട്ടന്മാരെ നിങ്ങൾ ഈ കാണിക്കണത്? നിങ്ങൾ ഈ സമയത്ത് വൈരാഗ്യവും ദേഷ്യമല്ല. അച്ചുവേട്ട ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഗോമതിയേട്ടത്തിയോട് നമുക്ക് ദേഷ്യമുണ്ട്, അച്ചുവേട്ടന് ദേഷ്യമുണ്ട്, ശരി സമ്മതിച്ചു. നമ്മുടെ കുടുംബത്തിനോട് ചെയ്ത ആ ഒരു പക എന്നും മനസ്സിലുണ്ട്. പക്ഷെ ഒരു ആപത്ത് വരുമ്പോ നമ്മൾ കൂടപ്പിറപ്പുകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇവിടെ അനന്തേട്ടനോ അച്ചുവേട്ടനോ എന്തെങ്കിലും ഒരു ആപത്ത് വരട്ടെ, ഗോമതിയേട്ടത്തിൽ കിടന്ന് നെടുവീർപ്പെട്ട് ഗോമതിയേട്ടത്തിൽ കിടന്ന് കരയണ, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് നെടുവീർപ്പെടുന്ന ഗോമതിയേട്ടത്തെ ഈ ധർമ്മം കണ്ടിട്ടുള്ളതാ. കൂടപ്പിറപ്പുകളെന്ന് വെച്ചാൽ അതാണ് സ്നേഹം. നമുക്ക് വൈരാഗ്യം നമുക്ക് അതവിടെ നിന്നോട്ടെ, പക്ഷെ ഒരു ആപത്ത് വരുമ്പോ അച്ചുവേട്ട നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണത് ഒട്ടും ശരിയായ ഒരു കാര്യമില്ല. അച്ചുവേട്ടൻ അതൊക്കെ മറന്നിട്ട് നമ്മുടെ കുടുംബം, നമ്മുടെ ചേട്ടത്തെയും അവരെ മക്കളെ അവരെ കുടുംബവും രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൃഷ്ണമംഗലവും ദേവമംഗലം എന്ന് വെച്ചാൽ ഒരമ്മ മക്കളാണ്. അത് അച്ചുവേട്ടൻ മറക്കരുത്. അങ്ങനെ അച്യുതന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒടുവില് അനന്തനും അച്യുതനും ധർമ്മനും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ധർമ്മൻ ഗോമതിയെയും ബാലിനെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. അളിയ, നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്ക് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം. അങ്ങനെ അവര് CA ആയിട്ട് സംസാരിക്കുമ്പോൾ ഇതൊരു ഗാർഹിക പീഡനമാണ്. അതായത് സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ അമ്മായിയമ്മയും അമ്മായിയച്ഛനും ഭർത്താവും ചേർന്ന് നടത്തിയ, കുടുംബം ഒന്നടങ്കം നടത്തിയ ഒരു പീഡനം, അതായത് ഗാർഹിക പീഡനം എന്ന പേരിലാണ് കേസ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി പാടുള്ള കേസാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവണം. അങ്ങനെ അവര് നല്ലൊരു വക്കീലിനെയൊക്കെ ഇടപാട് ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയം നമ്മുടെ സ്ത്രീകളെയും അതുപോലെ തന്നെ ഉദയഭാനും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ CAയുടെ നിർദ്ദേശപ്രകാരം ഒരു ഗ്യാങ് ഈ രണ്ട് കുടുംബത്തെ കുറിച്ചും മൊത്തത്തിൽ ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്, ഇവരാരും അറിയാണ്ട്. അതായത് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, ഇതിൽ ഏത് കുടുംബമാണ് കള്ളത്തരവും ഇതൊക്കെ കാണിക്കാൻ സാധ്യത
സാധ്യത ഉള്ളത്, എങ്ങനെ, അതൊക്കെ, അതായത് ഒരു ഫാമിലിയെ കുറിച്ച് പൊതുവിലെ പൊതു സംസാരം എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് തിരക്കി കഴിഞ്ഞാൽ അറിയാലോ. ഇപ്പൊ നമ്മുടെ കുടുംബം എങ്ങനെയാണ് എന്നുള്ളത്, വഴക്കും വെക്കാണോ അടിയും പിടിയും കള്ളുടിയും ഒക്കെ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ അതെന്തായാലും നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും അറിയാതിരിക്കില്ല. ആ ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളതൊക്കെ രണ്ട് കുടുംബത്തെയും കുറിച്ച് തിരക്കുന്നുണ്ട്. അപ്പൊ ഉദയഭാനുവിനെ സ്ത്രീകളെ കുറിച്ചും തിരക്കിയിടത്തോളം നല്ല റിപ്പോർട്ട് തന്നെ പോലീസിന് കിട്ടുകയാണ്. കാരണം മൊത്തത്തിൽ തരികിടയാണെന്നുള്ളത് സി ഐക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ദേവമംഗലക്കാരെ കുറിച്ച് തിരക്കിയിടത്തോളം നല്ല കുടുംബവും, അവര് ഒരു മോശപ്പെട്ട ഒരു കാര്യത്തിൽ ഇന്നേ വരെ അവരെ മക്കളോ ഒന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് സി ഐക്ക് മനസ്സിലാവണം. അങ്ങനെ ഉദയഭാനും ശ്രീകലയും വന്നെത്തി കഴിയുമ്പോ നമ്മുടെ സി ഐ മേഡം കാര്യങ്ങളൊക്കെ തിരക്കിയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സ്ത്രീകളെ എണ്ണി എണ്ണി പറയണേ. എന്റെ മകൾ അനുഭവിച്ച വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു അമ്മയായ, പെറ്റമ്മയായ എനിക്ക് അറിയുള്ളൂ മേഡം. എന്റെ മോൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ? ഈ കുടുംബത്തിലെ ഓരോ വ്യക്തികളെ എന്റെ മോള് സ്വന്തം അമ്മയും അച്ഛനെയും കൂടപ്പിറപ്പുകളെയും പോലെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവളെ അങ്ങനെയല്ല. അവളെ ഇട്ട് ജോലി ചെയ്യിപ്പിച്ച് ആഹാരവും കൊടുക്കാണ്ട് എന്റെ മോള് ഒരുപാട് പീഡനങ്ങള്, ഈ ഭർത്താവെന്ന് പറയണ അനന്തന്റെ തന്നെ എന്തോരം പീഡനം എന്റെ മോൾ അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ? എന്റെ മോള് ഏങ്ങി ഏങ്ങി കരഞ്ഞാ മേഡം എന്നോട് പറയണത്. ഇതിനെല്ലാം പുറമെ എന്റെ മോള് ഗർഭിണിയായി. ആ കുഞ്ഞ് എങ്ങനെ അബോഷനായെന്ന് ഈ കുടുംബത്തിനോട് ചോദിക്കും മേഡം, ചോദിക്ക്. സ്ത്രീകളെ പറയണട്ടോ കരഞ്ഞോണ്ട്. അത് കേട്ടപ്പോ ഗോമതിയും മിത്രയും മീനും ഒക്കെ ഒന്ന് ഞെട്ടിപ്പോവാണ്. കാരണം അവിടെ എന്താ പറയാനുള്ളത്? അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റും കൂടെ ദേവമംഗലത്തിനെതിരെ ഇട്ടു കൊടുക്കുകയാണ്. അതായത് എന്റെ ഭർത്താവ് ഉദയേട്ടനോട് കട പുതുക്കാനെന്നും പറഞ്ഞ് ഈ നിൽക്കുന്ന ബാലൻ, അതായത് ആനന്ദിന്റെ അച്ഛൻ 10 ലക്ഷം രൂപ വായ്പ ചോദിച്ചു. ഒരാഴ്ചക്കുള്ളിൽ എന്റെ ഉദയേട്ടൻ അത് റെഡിയാക്കി കൊടുത്തു. ആ പൈസ തന്നിട്ടില്ലേ ഇല്ലേന്ന് ചോദിക്കും മേഡം, ചോദിക്ക്. അപ്പോഴാണ് എല്ലാരും അന്തം വിട്ട് നിൽക്കുന്നത്. ആ ഒരു സത്യം ഇന്ന് വരെ ദേവമംഗലത്ത് മറ്റാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പൈസ ചോദിച്ചു എന്നുള്ളത് ബാലൻ ശരിയാണ്. പക്ഷെ ഈ ഉദയഭാനുവിന്റെ ഫ്രോഡ് തരം കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ പൈസ ചോദിച്ചാൽ, ഇത്രയും വലിയ പണക്കാരനാണല്ലോ, കിട്ടാൻ വഴിയുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി അന്ന് ചോദിച്ചതാണ്. പക്ഷെ ബാലൻ ആ പൈസ ഒരു രൂപ പോലും എടുത്തിട്ടില്ല. ആ 10 ലക്ഷം രൂപ നമ്മുടെ സുകന്യയെ പറ്റിച്ച് ഉദയഭാനു കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ആരേല്? നമ്മുടെ ബാലന്റെയില്. ബാലൻ ആ പൈസക്ക് അതേപോലെ സ്വർണ്ണം എടുത്ത് നമ്മുടെ ദേവിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ദേവിക്കറിയാം. പക്ഷെ ഇങ്ങനെ മേടിച്ചതാണ് എന്നുള്ളത് ദേവിക്കും അറിയില്ല. അങ്ങനെ എല്ലാരും ഈ 10 ലക്ഷം രൂപ അച്ഛൻ മേടിച്ചു എന്നുള്ളത് അവർക്ക് മക്കൾക്കൊക്കെ വല്ലാത്തൊരു വിഷമായി പോവാണ്. പക്ഷെ അതിന് മറുപടി ഒന്നും നമ്മുടെ ബാലന് പറയാനില്ല. ബാലൻ തല കുനിച്ച് നിൽക്കുകയാണ്. അപ്പൊ മീന് പോലും അച്ഛ ഇതെന്താ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഗോമതി പോലും അന്താളിക്കാണ്. അങ്ങനെ ഒരു സംഭവം ബാലേട്ടന്റെ ലൈഫിൽ ഉണ്ടായതായിട്ട് എന്നോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഗോമതി പോലും പറയാണ്. അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേവമംഗലത്തിനെതിരെ നമ്മുടെ ശ്രീകല നല്ല 2-3 പോയിന്റുകളാണ് ഇട്ടുകൊടുത്തത്. പക്ഷെ ഇതൊന്നും കണ്ട് ദേവമംഗലക്കാര് പേടിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. എന്തായാലും ഇതിനെതിരെ തിരിച്ചടി കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ദേവമംഗലക്കാര് തിരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും. കാരണം ദേവി ഈ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഉദയഭാനുവിന്റെയും ശ്രീകലയുടെയും എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്